ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി ഇത് ഒരു കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരുമ്പോഴത്തേനും ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ടാകും. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിത്തഴ വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് മാറ്റി വയ്ക്കണം. ഇനി ഈ ഉരുളക്കിഴങ്ങിലോട്ട് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഉടയുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തടവി ഈ മിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. മിക്സിൻ്റെ പകുതി മാത്രം പരത്തി കൊടുത്താൽ മതി. ഇതിന് ചുറ്റും കുറച്ചുകൂടി ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി കുറച്ച് ചീസ് കൂടി വെച്ചു കൊടുക്കാം. ചീസ് മുഴുവൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചീസിന് മുകളിലായി ബാക്കി വന്ന മിക്സ് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ചീസ് മുഴുവനായിട്ട് തന്നെ കവർ ചെയ്യുന്നത് പോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചൊരു 5 മിനിറ്റ് വെന്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിടാം. ഇതുപോലെ തന്നെ വേറെ വശം കൂടി നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ബട്ടർ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.